ബഹുമാനിയനായ BJP-യുടെ പ്രതിനിധി വീണ്ടും അവകാശപ്പെടുന്നു. ഇതൊക്കെ സാധാരണമല്ലേ? ഏത് സാധാരണമെന്നാണ് അദ്ദേഹം കരുതുന്നത്? കേരളത്തിന്റെ കിഫ്ബി മുഖാന്തരം 6000 കോടി രൂപ മലയാളിയുടെ പോക്കറ്റിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ യൂണിയൻ ഗവൺമെന്റിന്റെ നടപടി വളരെ സാധാരണമല്ലേ എന്നുള്ളതാണ്. ഇപ്പൊ BJP നേതാക്കന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടു, CSR ഫണ്ട് ഫ്രോഡ് കേസിൽ തട്ടിപ്പ് സാധാരണമായി നടത്തുന്ന BJP-യുടെ കേന്ദ്ര നേതാവിനെ നമ്മൾ കണ്ടു. ആ അനുഭവം വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെറിയ തട്ടിപ്പല്ലേ, 6000 കോടിയുടെ ഒക്കെ വലിയ തട്ടിപ്പാണോ, ഇതിൽ ഇത്ര പാനിക്കാമൻ എന്ത് എന്ന് BJP പ്രതിനിധി ചോദിക്കുന്നത് അല്ല. ഇന്ത്യൻ അനുഭവത്തിൽ ഇത് അത്യസാധാരണത്വമുള്ളതാണ്. ഇതിന് പ്രീസിഡൻസ് എവിടെയും ഉള്ളതല്ല. കേരളത്തോട് ദേശീയപാത മാതൃകയിൽ 6000 കോടി രൂപ എല്ലാ പദ്ധതികൾക്കും വേണം. അങ്ങനെയാണ് പറയാത്ത കാര്യം നിങ്ങൾ പറയരുത്. അങ്ങനെയാണ്. അതായത് ദേശീയപാതയ്ക്ക് ഇടപെടുന്നത് മര്യാദയാണോ? ഞാൻ പറയാത്ത കാര്യം പറയില്ലല്ലോ. അല്ല അല്ലല്ല, ഞാൻ പറയാത്ത കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ പറയാത്ത കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ ദേശീയപാതയ്ക്ക് മാത്രമായി 6000 കോടി രൂപയിലധികം കേരളത്തിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയ യൂണിയൻ ഗവൺമെന്റ് നടപടി സർവ്വസാധാരണം എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് അത് സർവ്വസാധാരണത്വമല്ല. ഇന്ത്യൻ അനുഭവത്തിൽ ഒരു ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വഴിപടിക്കുന്നതിനായി 6000 കോടിയോളം രൂപ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കിഫ്ബി മുഖാന്തരമുള്ള പണത്തിൽ നിന്ന് പിടിച്ചു കറച്ചു കൊണ്ടുപോകുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ കൊള്ളയാണ്, മാപ്പർഹിക്കാത്ത ക്രൂരതയാണ്, അക്ഷരാർത്ഥത്തിൽ മലയാളിയോടുള്ള വിരോധമാണ്, മറ്റൊന്നുമല്ല. എന്നിട്ട് ബാക്കിയുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ പൈസ എടുക്കുക എന്നാണ് പറയുന്നത്. വയനാട് എന്നൊരു വാക്കുച്ചരിക്കാൻ കേരളത്തിൽ അന്തസ്സുള്ള ഏതെങ്കിലും ഒരു BJP-കാരൻ തയ്യാറായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ? എന്താണ് അനുഭവം? 500 പേരെ അനൗദ്യോഗിക കണക്കിൽ 500 പേരെ നഷ്ടപ്പെട്ട ദ എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഇന്ത്യയാണ്, കേരളത്തിലെ അല്ല, എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ ഇൻ ഇന്ത്യ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഒരു ദുരന്തത്തിന് ഒരണാ പൈസ നിങ്ങൾ നൽകിയിട്ടില്ല. 33 പേർ മരണപ്പെട്ട ആന്ധ്രയ്ക്ക് നിങ്ങൾ 3000 കോടി കൊടുത്തു. 6 ദിവസം മഴ പെയ്ത തമിഴ്നാടിന് 183 കോടി രൂപ കൊടുത്തു. 2 ദിവസം ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായ സിക്കിമിന് 178 കോടി രൂപ കൊടുത്തു. എന്നാലോ ഇന്ത്യൻ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത 500 പേരോളം മരണപ്പെട്ട കേരളത്തിന് ഒരു ചുക്കും തരില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് ശത്രു രാജ്യത്തോടെന്നതുപോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. അന്തസ്സുള്ള ഒരു മലയാളിക്കും BJP ആകാൻ BJP-യുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന ബജറ്റിൽ 750 കോടി രൂപ മുടക്കി അന്തർദേശീയ നിലവാരത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സിന് കേരളത്തിലെ ഗവൺമെന്റ് തുടക്കമിടുന്നത്. നിങ്ങളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബദൽ തീർക്കാൻ കഴിയുമെന്നതിന്റെ വിളംബരമാണ് ഈ ബജറ്റിലെ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു കിഫ്ബിയെ സംബന്ധിച്ച അദ്ദേഹവും പ്രതിപക്ഷ നേതാവും ഒക്കെ നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഇവരൊക്കെ പറഞ്ഞിരുന്നു അത്രേ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ കിഫ്ബിയുടെ മുന്നേറ്റത്തെ എതിർക്കാനും തകർക്കാനും ശ്രമിച്ചവരാണ്. ആകാശ കുസുമം എന്ന് കിഫ്ബിയെ വിളിച്ചത് ആരാണ്? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് കിഫ്ബിയെ വിളിച്ചത് ആരാണ്? ഞാൻ വെല്ലുവിളിക്കുന്നു. 69,968 കോടി രൂപയുടെ പ്രൊജക്ടുകൾ കിഫ്ബി മുഖാന്തരം ഓൺഗോയിങ് ആണ്. കേരളത്തിൽ നിങ്ങൾ അടച്ചുപൂട്ടിയ, അങ്ങ് ഓർമ്മിക്കുന്നില്ല, അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി കൂടെ ആയിരുന്നല്ലോ, 2016 ഫെബ്രുവരിയിൽ ഞങ്ങൾ സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾ തകർത്തു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സമരമൊഴിഞ്ഞ രാത്രിയുടെ മറവിൽ കേരളത്തിൽ കോഴിക്കോട് മലാപ്പറമ്പ് മാങ്ങാട്ടിടത്തും എയ്ഡഡ് സ്ഥാപനങ്ങൾ നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു. നിങ്ങൾ മുസ്ലിം ലീഗും ചേർന്ന് ആ തകർത്ത് കളഞ്ഞ UP-യിൽ യോഗി ചെയ്യുന്നത് പോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞവരാണ് ഇവർ. ആ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം മാറ്റി നിങ്ങൾ പറഞ്ഞ ആകാശ കുസുമം അവസാനിപ്പിച്ചുകൊണ്ട് ഒറ്റ വാചകം, നിങ്ങൾ പറഞ്ഞ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്തായി മാറി? കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ ഇന്റർനാഷണൽ സ്കൂളുകൾ തല ഉയർത്തി നിൽക്കുന്നു. കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കിഫ്ബി ഓഫ് ബജറ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ വെച്ചു അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച മാനദണ്ഡം കൊണ്ട് തന്നെയാണ്. പക്ഷേ അപ്പോൾ സ്വാഭാവികമായും അതിലൊരു ബാധ്യത ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്റ്റാഫിനെ അടക്കമുള്ള ചെലവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബജറ്റിൽ നിന്നെടുത്ത് ചെലവഴിക്കാനാണ് എങ്കിൽ ബജറ്റിൽ സംസ്ഥാന സർക്കാരിലുള്ള അതേ സംവിധാനങ്ങൾ പോരെ എന്നൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഞാൻ വരാം, ശ്രീ നാരായണ നമ്പൂരി, ഞാൻ അങ്ങേലേക്ക് വരാം. ഇടവേള.